നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട ഭാരത സൈന്യം. കപ്പൽ മാർഗം അമേരിക്ക പാകിസ്ഥാനിലെത്തിച്ചത് $2 ബില്യൺ ആയുധങ്ങൾ. അക്കാലത്ത് പത്രവാർത്തയും ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടു. മതം മാറിയവർക്കുള്ള സഹായം നിർത്തലാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ. മതം മാറിയ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ സഹായം നൽകില്ല. നീക്കം പരിവർത്തിത വിഭാഗങ്ങൾ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന സാഹചര്യത്തിൽ. വിവാദ പ്രസ്താവനയുമായി ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള. ചൈനയും പാകിസ്ഥാനും ശക്തരായ അയൽക്കാരാണ്. അവരുമായി ചർച്ച നടത്തണം. ഏറ്റുമുട്ടലിലൂടെ ഭീകരവാദികളെ ഇല്ലാതാക്കുന്ന നടപടി ഖേദകരമെന്നും ഫാറൂഖ് അബ്ദുള്ള. ജമ്മുകശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ട് ഇന്ന് 6 വർഷം. ജില്ലകളിൽ അതിതീവ്ര മഴ. തൃശൂരിൽ 2 മണിക്കൂറായി നിർത്താതെ അതിശക്ത മഴ. നെല്ലിയാമ്പതി ചുരം പാതയിൽ ഗതാഗതം ദുഷ്കരം. തൃപ്പൂണിത്തുറ പേട്ടയിൽ കാർ വെള്ളക്കെട്ടിൽ വീണു. ഇടുക്കിയിലും റെഡ് അലേർട്ട്. രാഹുലിനെതിരെ NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിമർശനം. ചൈന ഭാരതത്തിന്റെ ഭൂമി പിടിച്ചെടുത്തെന്ന വിവാദ പരാമർശം യോഗത്തിൽ ചർച്ചയായി. സിന്ദൂർ മഹാദേവ് ഓപ്പറേഷൻ വിജയങ്ങളെ പ്രശംസിച്ച് പ്രമേയം പാസാക്കി പാർലമെന്ററി പാർട്ടി യോഗം. കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. വിരമിച്ച അധ്യാപികയായ സരസമ്മയെ അയൽവാസി വീടുകയറി ആക്രമിച്ചു. ശശിധരൻ അറസ്റ്റിൽ. ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സംസ്ഥാന സർക്കാർ. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പുരോഹിത ബന്ധം അർബൻ മാവോയിസ്റ്റുകളിലൂടെ. പരാതിയിന്മേൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണം ഉടനുണ്ടായേക്കും. ഗാസ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നീക്കം. സൈനിക നടപടി വൈകാതെയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. വിശദമായ വാർത്തകളിലേക്ക്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്ക് വെളിപ്പെടുത്തി ഭാരത സൈന്യം. $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം പാകിസ്ഥാനിലെത്തിച്ചു. ഇത് സംബന്ധിച്ച് അക്കാലത്ത് പുറത്തുവന്ന വാർത്തയും ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, 1971 ഇന്ത്യ പാക് യുദ്ധത്തിലുള്ള അമേരിക്കയുടെ പങ്കാണിപ്പോൾ ഭാരത സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം പാകിസ്ഥാനിലെത്തിച്ചു എന്ന് ഭാരത സൈന്യം പറയുകയും അന്ന് അക്കാലത്ത് പുറത്തുവന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടി ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കിതിനെ എങ്ങനെ കാണാം? തീർച്ചയായും രോഹിണി, ഏറെ ഗൗരവമർഹിക്കുന്നൊരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിശകലനം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വാർത്തയുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നൊരു സമയം എന്ന് പറയുന്നത്, റഷ്യയുമായുള്ള ഭാരതത്തിൻ്റെ എണ്ണ ഇടപാട് സംബന്ധിച്ച ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിന് കൂടുതൽ പെനാൽറ്റി ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം. ഇന്നലെയും ഇത്തരത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്നും ഭാരതം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈസ്റ്റേൺ കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് അന്നത്തെ ഒരു പത്രവാർത്തയുമായി ബന്ധപ്പെട്ട്, അതായത് വിദ്യാചരൺ ശുക്ല പാർലമെൻറ്റിൽ നടന്ന
നടത്തിയ ഒരു പ്രസ്താവനയുടെ മറുപടിയായി വന്ന വിവരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പത്രവാർത്ത കൂടി ഈസ്റ്റേൺ കമാൻഡ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് 1954 മുതൽ അമേരിക്ക പാകിസ്ഥാനുമായുള്ള ഒരു പ്രതിരോധ കരാർ ഏർപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഒരു ആയുധ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആ ആയുധ കരാറിൻ്റെ ഭാഗമായി 1954 മുതൽ വിവിധ ഘട്ടങ്ങളിലായും വൻതോതിൽ 1971 യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലും $2 ബില്യൺ ആയുധങ്ങൾ എത്തി എന്നതാണ്, അതായത് പാകിസ്ഥാൻ ആയുധങ്ങൾ ലഭ്യമാക്കി എന്നതാണ് കൃത്യമായി അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞ ആ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. പാർലമെൻറ്റിൽ ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത് പാർലമെൻ്ററി രേഖകളിലുണ്ടാകും. സ്വാഭാവികമായും അതിന് അനുബന്ധമായ ഈ രേഖകളെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറയുന്നു എന്ന് പാർലമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള സപ്ലിമെൻ്ററി രേഖകളുണ്ടാവും. അത്തരത്തിലുള്ള രേഖകളെല്ലാം തന്നെ വെച്ചുള്ള കൃത്യമായ മറുപടി വിദ്യാചരൺ ശുക്ല നൽകുകയും സ്വാഭാവികമായും ആ മറുപടിയെ സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസം ഒരു വാർത്ത വരികയും ചെയ്യുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയൊരു വിഷയമാണ് ഇപ്പോൾ രണ്ടാമതും, അതായത് അമേരിക്ക റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഭാരതത്തെ അതിശക്തമായി എതിർക്കുകയും പെനാൽറ്റി ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഈ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിലും, അതായത് പാകിസ്ഥാനിലെ യുദ്ധം, ഇന്ത്യ-പാക് യുദ്ധം നിലനിൽക്കുന്ന ആ സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ബന്ധം റഷ്യയുമായി ഭാരതം പുലർത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങുകയും സൈനിക സഹായം ലഭ്യമാകുകയും, സൈനിക സഹായം എന്ന് ഉദ്ദേശിക്കുന്നത് സൈനിക സാങ്കേതികവിദ്യ അല്ലെങ്കിൽ സൈനിക സപ്ലൈയുടെ പ്രയോജനങ്ങൾ റഷ്യയിൽ നിന്ന് ഭാരതത്തിന് ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ USSRുമായി സഹകരിച്ച് സൈനിക രംഗത്ത് കൃത്യമായ ഇടപെടൽ ഭാരതം നടത്തിയൊരു സാഹചര്യം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ സാഹചര്യത്തിന് സമാനമായി ഭാരതത്തിന് പല വ്യാവസായിക പിന്തുണയും റഷ്യ നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ ഈ ഒരു പ്രദേശത്ത് നിന്ന് അടർത്തി നിർത്തി തങ്ങളുടെ ഒരു കളിപ്പാവയാക്കുക എന്ന ലക്ഷ്യം US കൃത്യമായി നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൃത്യമായ ഒരു സൈനിക സഹായം അല്ലെങ്കിൽ ആയുധ സഹായം നൽകുകയും ചെയ്തത്. ഈ ആയുധങ്ങൾ ലഭ്യമാക്കിയത് വളരെ ചീപ്പർ റേറ്റിന്, ത്രോവേ പ്രൈസ് എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വലിയ തോതിൽ ആയുധങ്ങൾ നൽകിയത് മറ്റു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെ പാകിസ്ഥാന് പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, കപ്പൽപ്പടയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡിഫൻസ് പാക്ട് 54 മുതൽ നിലനിൽക്കുന്നു. അത്തരത്തിൽ പല കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ റഷ്യയുമായുള്ള ഭാരതത്തിൻ്റെ സഹകരണം അന്നേ അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് വീണ്ടും ഇപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയുമായുള്ള എണ്ണ ഇടപാടിനെ സംബന്ധിച്ച് ഭാരതത്തിനെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് ഭാരത വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി പറയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റിലീസ് പുറത്തു വരുന്നതിന് സ്വാഭാവികമായും നമുക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ ചരിത്രത്തിൽ ഇന്ന് എന്നൊക്കെ രീതിയിലുള്ള പങ്ക്തികൾക്ക് സമാനമായി ഈസ്റ്റേൺ കമാൻഡിൻ്റെ ഇന്നേ ദിവസം, അതായത് ഓഗസ്റ്റ് 5 പുറപ്പെടുവിക്കപ്പെട്ട ഒരു പത്രത്തിൻ്റെ വിശദാംശങ്ങൾ, അന്നത്തെ ദിവസത്തെ ഒരു പത്രത്തിൻ്റെ വിശദാംശങ്ങൾ എന്ന നിലയിലാണ് ഈസ്റ്റേൺ കമാൻഡ് ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത് USSRുമായുള്ള ഭാരതത്തിൻ്റെ ബന്ധം ശക്തമായി തുടരുമ്പോൾ ഇത്തരത്തിലുള്ള ബന്ധം തുടരുന്നത് തകർക്കാനുള്ളൊരു നീക്കം അന്ന് നടന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നും റഷ്യയുമായുള്ള എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച ധാരണയുമായി കൃത്യമായി ഭാരതം മുന്നോട്ട് പോകുമ്പോൾ സമാന രീതിയിലുള്ള നീക്കം പാകിസ്ഥാന് പിന്തുണ നൽകുകയും പാകിസ്ഥാനിൽ എണ്ണ ഉൽപ്പാദനം നടത്തുകയും ചെയ്യാനുള്ള നീക്കമാക്കി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള ആസൂത്രണങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ചരിത്രപരമായ സ്വഭാവം കൃത്യമായും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് പിന്തുണ നൽകുന്നതാണെന്ന് വിശദമാക്കുകയും ചെയ്യപ്പെടുന്നതാണ്. അതുതന്നെയാണ് ഇന്നത്തെ വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഈ വാർത്തയുടെ പ്രാധാന്യമുള്ളൊരു ഘടകമായി പരിശോധിക്കപ്പെടേണ്ടതും. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള വനവാസി ഗ്രാമങ്ങളിൽ നടക്കുന്നത് സർവ്വപരിധികളും ലംഘിക്കും വിധത്തിലുള്ള മതപരിവർത്തനം. കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെയും പാസ്റ്റർമാരുടെയും നേതൃത്വത്തിലാണ് തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭനത്തിലൂടെയും മതം മാറ്റം നടക്കുന്നത്. ബസ്തറിലെ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിൽ ജനം TV സംഘം കണ്ട കാഴ്ചകളും കേട്ട കഥകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ വ്യാപക മതപരിവർത്തനം നടക്കുന്നുവെന്ന് ഹിന്ദു സംഘടനകൾ. നടക്കുന്നത് സേവന പ്രവർത്തനമാണെന്നും മതപരിവർത്തനമേ അല്ലെന്നും ക്രൈസ്തവ സംഘടനകളും. സത്യത്തിൽ ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ എന്താണ് നടക്കുന്നത്? ആ വസ്തുതയിലേക്കാണ് ജനം TV പോകുന്നതും. 2013 ബസ്തറിലെ കോൺഗ്രസ് നേതാവും മാവോയിസ്റ്റ് വിരുദ്ധ സേനയായ സൽവാജുദും സ്ഥാപകനുമായ മഹേന്ദ്ര കർമ്മയെയും 27 കോൺഗ്രസ് പ്രവർത്തകരെയും കൊലപ്പെടുത്തിയ ഗ്രാമത്തിലാണ് ഞങ്ങൾ ആദ്യം പോയത്. പോലീസും CRPFും
എന്തിന് രാഷ്ട്രീയ പാർട്ടികൾ പോലും കടന്നു ചെല്ലാൻ ഭയന്നിരുന്ന ഈ ഗ്രാമത്തിൽ വരെ മതപരിവർത്തന മാഫിയ തടസ്സമേതുമില്ലാതെ എത്തി. ബാക്കി ഗ്രാമീണർ പറയും. कोई ईसाई लोग तो खूब बड़े सत बाबू आमचे हिंदू लोग के किंडी चेपा डाटा करे सोत आदिवासी लोग के उन्हीं लोग खूब चीपे सोत गांव लोग के कुछ सियान पीला चो गोट के नहीं दरोत ऊपरे जाए सोत झगड़ा लड़ी बाटे गांव चो सियान पीला बल समझान रखे सोत नहीं समझे सोत. അസുഖം മാറാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. പഠിക്കാനും ജോലിക്കും സഹായിക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. ഒന്നുകിൽ പാസ്റ്റർമാരായി, അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്ന കന്യാസ്ത്രീകളായി ഒക്കെയാണ് ഇവർ തിരിച്ചെത്തുന്നത്. ആദിവാസികൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമത്തിൽ ഇന്ന് 60% ക്രിസ്തുമത വിശ്വാസികളാണ്. 5-ലധികം ക്രിസ്ത്യൻ പള്ളികളുമുണ്ട്. हर गांव से गए हैं, कुछ ना कुछ गए हैं हर गांव से. उसमें हर गांव से फिर आपस भी आ रहे हैं, मूल धर्म में ला रहे हैं आपस. उन लोग बाहर से आते हैं तो उनका कुछ लालच देते हैं और अपने लालच से जाते हैं. वो होंगे कुछ इलाज है, कोई शिक्षा के नाम से और कुछ पैसा वैसा के लालच में देते हैं, कुछ दवाई दारू के लालच में ऐसा करके उधर ले जाते हैं. और ये पास्टर बनने से पैसा मिलेगा ये सब बोल के ले जाते हैं. नहीं, मैं हॉस्पिटल में बेड घटोलू तो मैं हम कोई नहीं हम तनो कहीं फिर कुटुंब लोग से डाटा हूँ कोई साथ नहीं दे बोलते मैं उनका पर पास्टर लो तो ठीक है सन बेड बीड़ हुआ बोलता ये तो काय बुलवा जल सिरा भी था वही कहीं पूछूंगा बोले हेलो आंदे बाबू 2 दिन का तो बोले क्लास काय करुआ मैं तो पर मैं बैठ जाऊँ रोले सीधा सांगे नहीं मैं तो कहीं मैं जो बीरो में आई सही नहीं जानते रहे ना हूँ बाट मुझे बाप दादी बनी रोला मैं अकेला कारण जाऊँ रोले मैं कुटुंब लोग चाहते रोला साथ नहीं देते रोला उनका बस उतरी है. ഇപ്പോഴും മാവോയിസ്റ്റുകൾക്ക് കുറവല്ലാത്ത സ്വാധീനമുള്ള മറ്റൊരു ഗ്രാമത്തിലും ഞങ്ങളെത്തി. വരുന്നത് വരട്ടെ എന്ന് കരുതിയാണ് ആദിവാസി നേതാക്കൾക്കൊപ്പം അവിടേക്ക് കടന്നു ചെന്നത്. അവിടെ കേട്ടത് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മതപരിവർത്തന ഭീകരത. अभी 60 या 61 घर, 61 घर उधर कन्वर्ट हो गए हैं. उन लोगों को ऑफर मिलने से कुछ सुख दुख में थोड़ा सा हेल्प करते हैं और आर्थिक सहायता भी करते हैं और आर्थिक प्रलोभन देते हैं, मतलब लालच देते हैं. प्रलोभन मतलब उनका खान पान, उसके बाद थोड़ा सा पैसा देना या तो फिर कुछ ज़मीन के मामले में. उतने अंदर गांव में घुस गए हैं. वहाँ चर्च बन गया, जैसे कोलिंग हो गया, आपका एलिंग नाड़ हो गया, कांदा नाड़ हो गया, बहुत अंदरूनी क्षेत्र है. वहाँ तक घुस गए इन लोग और वहाँ पे कन्वर्ट करवाएं हमारे आदिवासी भाइयों को. 15% तो कन्वर्ट हो गए हैं, 10-15% ना. धीरे धीरे बढ़ते जा रहे हैं. पहले तो बहुत कम लोग थे, अभी धीरे धीरे उनकी संख्या बढ़ती जा रही है. सर ऐसा है कि इन लोगों ने ना पहले यहाँ पर आए हैं तो थोड़ा सा स्वास्थ्य लाभ देने का ऐसा किए. उसके बाद धीरे धीरे इन्होंने अपने और कन्वर्ट कराने का प्रयास कर रहे हैं, चल रही है. और यहाँ के जो मूल संस्कृति आदिवासी लोग हैं, उनके जो रीति रिवाज हैं, उनसे अलग तोड़ फोड़ करके इनको अपनी ओर ले रहे हैं. മതം മാറിപ്പോയ ശേഷം പറ്റിക്കപ്പെട്ടവരെയും തിരികെ ആദിവാസി ഗോത്രവിശ്വാസങ്ങളിലേക്ക് എത്തിയവരെയും ഞങ്ങൾ അവിടെ കണ്ടു. പലർക്കും ക്രിസ്തുമതം എന്താണെന്ന് അറിയില്ലെന്ന് മാത്രമല്ല, രഹസ്യമായി ആദിവാസി ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുമുണ്ട്. പട്ടിണിയും രോഗങ്ങളുമൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന ലോബി ചൂഷണം ചെയ്യുന്നത്. ഇതിനെതിരെ ആദിവാസി ഗ്രാമങ്ങളിൽ പ്രതിരോധവും ശക്തമാവുകയാണ്. പ്രിയപ്പെട്ട മിഷണറിമാരെ, നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതിനാൽ നിയമം നിങ്ങളോട് പൊറുക്കില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ബസ്തറിലെ ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്.
മതം മാറിയ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്കുള്ള സർക്കാർ സഹായം നിർത്തലാക്കാനൊരുങ്ങി ഛത്തീസ്ഗഡ് സർക്കാർ. മതപരിവർത്തിത വിഭാഗങ്ങൾ പാരമ്പര്യ ഗോത്ര വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൂടുതലായി തട്ടിയെടുക്കുന്ന സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നീക്കം. ഛത്തീസ്ഗഡിലെ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ മതപരിവർത്തന നിരക്ക് 75%-ലധികമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം 6.7% വരുന്ന പരമ്പരാഗത വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾ നിർബന്ധിതമോ അല്ലാതെയുള്ള മതപരിവർത്തനത്തിന് വ്യാപകമായി വിധേയമാകുന്നു. കൂടാതെ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്ന 95.3% വരുന്ന വനവാസി വിഭാഗങ്ങളിൽ മതപരിവർത്തന നിരക്ക് 80%. പരമ്പരാഗത വനവാസി ഗോത്രാചാരങ്ങൾ സംരക്ഷിക്കാനും പാരമ്പര്യം പിന്തുടരാനും സർക്കാർ നൽകുന്ന വിവിധ ഗ്രാന്റുകൾ അത്തരം ആചാരവിശ്വാസങ്ങളെ എതിർക്കുന്നവരുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നു. ഇതാണ് പാരമ്പര്യ വനവാസി ജീവിതശൈലിയും ആചാരങ്ങളും ഉപേക്ഷിച്ച് മതപരിവർത്തനത്തിന് വിധേയമായവർക്ക് വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന സഹായം നിർത്തലാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ നിർബന്ധിതരായത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ജനം, ഡൽഹി. അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകളും പൂഴ്ത്തി സംസ്ഥാന സർക്കാർ. ജനകീയ സമരങ്ങളിൽ നുഴഞ്ഞുകയറിയായിരുന്നു ഇവരുടെ പ്രവർത്തനം. കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി ലഭിച്ചിരുന്നു. അർബൻ മാവോയിസ്റ്റുകൾ വഴിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ പുരോഹിതരടക്കമുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അർബൻ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധങ്ങളിൽ നിരവധി പേരെ NIA നിരീക്ഷണത്തിലാക്കിയിരുന്നു. എന്നാൽ അർബൻ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ സംസ്ഥാന ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകൾ കൈമാറിയിരുന്നെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ നടപടികളിലേക്കൊന്നും കടന്നിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ഭീകരാശയങ്ങളിലേക്ക് ആകൃഷ്ടരായ യുവാക്കൾ ഉൾപ്പെടുന്ന സംഘങ്ങളാണ് കൊച്ചി നഗരത്തിൽ അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അർബൻ മാവോയിസ്റ്റ് റജാസം സിദ്ദിഖി നാഗ്പൂരിൽ അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ മെയിൽ അറസ്റ്റിലായ റജാസ് കൊച്ചിയിൽ അർബൻ മാവോയിസ്റ്റ് പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി പുരോഹിതരുടെ ബന്ധം ചൂണ്ടിക്കാട്ടിയുള്ള പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ലഭിച്ചിട്ടുള്ളത്. കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ ഗുരുതര ആരോപണങ്ങളായിരുന്നു പരാതിയിൽ ഉയർത്തിയിരുന്നത്. ജനം, കൊച്ചി. വിവാദ പ്രസ്താവനയുമായി ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള. പാകിസ്ഥാനും ചൈനയും ശക്തരായ അയൽക്കാരാണ്. പാകിസ്ഥാനുമായി ചർച്ച നടത്തണം. ഏറ്റുമുട്ടലിലൂടെ ഭീകരവാദികളെ ഇല്ലാതാക്കുന്ന രീതി ഖേദകരമെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കി 6 വർഷം തികയുന്ന അവസരത്തിലാണ് ഫറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം. അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാനും ഭീകരർക്കും കനത്ത മറുപടി നൽകണമെന്ന് രാജ്യം ഒരുമിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് പാകിസ്ഥാനും ചൈനയും ശക്തരായ അയൽക്കാരാണെന്ന് ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത്. പാകിസ്ഥാനുമായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച നടത്തണം. പാകിസ്ഥാനുമായി ചർച്ച ചെയ്താൽ മാത്രമേ ജമ്മുകശ്മീരിൽ സമാധാനം കൊണ്ടുവരാനാകൂ എന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. I don't see the peace coming. I think we're living in a fool's paradise thinking that peace is going to come overnight. We have a strong neighbor, whether it's China, whether it's Pakistan. Somehow we have to find a way out. War is not a way out. War has never been. Finally, you have to use pen. You have to discuss things on the table. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ട് 6 വർഷം തികയുമ്പോൾ ഭീകരപ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാനായെന്ന വസ്തുത മറച്ചുവെച്ചുകൊണ്ട് കശ്മീരിൽ സമാധാനം ഉറപ്പാക്കാനായില്ലെന്നും നിലവിലെ സൈനിക നടപടികൾ ഫലം കാണുന്നില്ലെന്നും നാഷണൽ കോൺഫറൻസ് പാർട്ടി മേധാവി കൂടിയായ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഭീകരവാദികളെ ഏറ്റുമുട്ടലിലൂടെ ഇല്ലാതാക്കുന്ന രീതി ഖേദകരമാണെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. They say, no, till the last gunfire is over, we're not going to talk. I'm very sorry to say that I feel sad the way we are going. ജമ്മുകശ്മീർ ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയമാണെന്നും പാക് അധിനിവേശ ജമ്മുകശ്മീരിനെ കുറിച്ച് മാത്രമാണ് ഇനി പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാനുള്ളതെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുമ്പോഴാണ് അയൽക്കാർ ശക്തരാണെന്നും ചർച്ച വേണമെന്നും ഫറൂഖ് അബ്ദുള്ള ആവശ്യപ്പെടുന്നത്. നേരത്തെയും തീവ്ര ഇസ്ലാമിക ഭീകരർക്കും പാകിസ്ഥാനും അനുകൂലമായ പ്രതികരണങ്ങൾ ഫറൂഖ് അബ്ദുള്ള നടത്തിയിരുന്നു. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകം മുഴുവനും അഭിനന്ദിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെയും ആഗ്രഹം സഫലമായി. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയമെന്നും ലോക ശ്രദ്ധയാകർഷിക്കാൻ ഭാരതത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധി സംഘത്തിനായെന്നും സുരേഷ് ഗോപി പറഞ്ഞു. He was very loud when he started talking about
the after effects of Operation Sindoor, the delegations that visited other countries and pulled them all into our support, and also the 140 crore जनता, उनकी जो इच्छा थी वो we could make it a reality. That is the greatest success, and he also was very happy that whoever wanted a discussion on Operation Sindoor have started lamenting or repenting for having called for a decision. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകൾക്ക് പുറമെ മലപ്പുറം ജില്ലയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാനത്താകെ ശക്തമായ മഴ തന്നെയാണ്. അതിനിടയിൽ അലേർട്ടുകൾ സംബന്ധിച്ച് ചില വ്യതിയാനങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എപ്രകാരമാണ്? മഴ വരും മണിക്കൂറുകളിലും ശക്തമാകുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്നുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മഴ ശക്തമായി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ റെഡ് അലർട്ട് ഉള്ളത് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മിക്കവാറും ഏതാണ്ട് എല്ലാ ജില്ലകളിലേക്കും, അതായത് പത്തനംതിട്ട മുതൽ കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യുമെന്നുള്ളത് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നു. അതേസമയം ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും അധികം ആശങ്ക. അത് റെഡ് അലർട്ട് ആണ്. അപ്പോൾ അതിതീവ്രമായ മഴയാണ് ഈ ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ജില്ലകളിൽ, ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിരിക്കുന്നു. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയും അതിനനുസരിച്ചുള്ള കെടുതികളും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെയും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും ആ ദിവസം നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. എന്തായാലും മഴ വരും മണിക്കൂറുകളിൽ ശക്തമാകും എന്നുള്ളത് തന്നെയാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ അറിയിപ്പുകൾ കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ റെഡ് അലർട്ട് ഉള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെയുള്ള അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നാളെ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം കൂടുതൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താനും ദുരിതാശ്വാസ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അലർട്ട് നൽകിയിട്ടുള്ള ജില്ലകളിലെല്ലാം ഇന്ന് വൈകുന്നേരം ഈ രക്ഷാകവചത്തിന്റെ ഭാഗമായിട്ടുള്ള സൈറൻ മുഴങ്ങുമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തീരപ്രദേശങ്ങളിലൊക്കെ ശക്തമായ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. കാരണം വിവിധ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് മഴ പെയ്തിറങ്ങുകയും അതോടൊപ്പം തന്നെ 50 കിലോമീറ്ററിലധികം വേഗത്തിലുള്ള കാറ്റുമൊക്കെയാണ് ഇപ്പോൾ ഈ മഴയോടൊപ്പം വീശുന്നത്. നമ്മൾ ഇന്ന് പലയിടങ്ങളിലും കണ്ടതാണ് കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നപ്പോൾ സമാനമായ സാഹചര്യം വരും മണിക്കൂറുകളിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ മലയോര മേഖലകളിലൊക്കെയാണ് കൂടുതൽ ആശങ്കയ്ക്ക് സാധ്യതയുള്ളത്. കാരണം ഈ മണ്ണിടിഞ്ഞ് വീണുമൊക്കെയുള്ള വഴിതടസ്സവും അതുപോലെയുള്ള അപകടങ്ങൾക്കും ഒക്കെ കൂടുതൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും ഒരു മുന്നറിയിപ്പായി തന്നെ ഇപ്പോൾ ഏജൻസികൾ നൽകുന്നുമുണ്ട്. രോഹിണി. ശരി പ്രജിത്ത്, സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ പട്ടികയിൽ അനർഹരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പരാതി. 12 പേർ അനർഹരായി പട്ടികയിലുണ്ടെന്ന് ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. അർജുൻ PS ചേരുന്നു. അർജുൻ, ഈ വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പട്ടികയിൽ അനർഹരും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള പരാതികൾ വരുന്നുണ്ടല്ലോ, എന്താണ് വസ്തുത? രോഹിണി, ഇത്തരത്തിൽ 88 പേരെ പുതുതായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് 12 പേർ അനർഹരായി ഉണ്ടെന്നുള്ള ഒരു സൂചന. 88 പേർ ഈ പട്ടികയിൽ ഇല്ല എന്നുള്ള കാര്യം നിലനിൽക്കുകയാണ് 12 പേർ അനർഹരായി ഇപ്പോഴും ഈ പട്ടികയിൽ കയറി പറ്റിയിട്ടുള്ളത്. ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയാണ് ഇന്ന് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ 12ഓളം പേർ വ്യാജമായി തന്നെ ഇതിൽ കയറിയിട്ടുണ്ട്. പലരും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ പിന്താങ്ങി നിന്നുകൊണ്ട് അങ്ങനെ കയറിയതാണെന്നുള്ള ഒരു അത്തരത്തിലുള്ള ആക്ഷേപമാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത്. അതിൽ 88ഓളം പേർ ഇനിയും ഈ ഒരു ലിസ്റ്റിൽ കയറാനുണ്ട്. അതായത് അർഹതപ്പെട്ട 88ഓളം പേർ നേരിട്ട് ദുരിതമനുഭവിച്ചാൽ കയറാനുണ്ട്. അതിൽ 23 പേർ അട്ടമലയിലുള്ളവരാണ്. പടവട്ടിക്കുന്നിൽ 23 പേരുണ്ട്, മുണ്ടക്കയിൽ 16 പേരുണ്ട്, റാട്ടപ്പാടിയിൽ 26 പേരുണ്ട്. ഇത്രയും ആളുകൾ, അതായത് ടോട്ടൽ 88 പേർ ഇനിയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഇരിക്കുന്നുണ്ട് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ 12 പേർ അനർഹരായി
ഈ ഒരു സാഹചര്യത്തിൽ ലിസ്റ്റിൽ കയറിയത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആക്ഷേപത്തിന് കാരണം. മാത്രമല്ല ഈ ടൗൺഷിപ്പ് പദ്ധതി ഇതുവരെയും പൂർത്തിയാകാത്തതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവർക്കുള്ളത്. അതായത് ഇത്ര നാളായി 1 വർഷം കഴിഞ്ഞു, പക്ഷേ ഇതുവരെയും ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയായിട്ടില്ല. പദ്ധതിയിൽ ഉണ്ടാക്കിയ മാതൃക വീടാകട്ടെ പലതരത്തിലുള്ള ആക്ഷേപം ഈ വീടിനെ സംബന്ധിച്ചുള്ളത്, വീടിന്റെ പണിയെ സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ 12 പേർ കൂടി അനർഹരായി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിലുപരി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ പ്ലാന്റേഷൻ, അതായത് ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 100-ലധികം ആളുകൾക്ക് ഇവിടെ വീട് വെച്ച് കൊടുക്കും എന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗ് കണ്ടെത്തിയത് തോട്ടം മേഖലയാണ്. ആ തോട്ടം മേഖലയിൽ ഒരിക്കലും ഭൂമി ഇത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമിരിക്കെ എങ്ങനെയാണ് ഇനി അവരുടെ കാര്യം എന്നുള്ളത് കൂടി സർക്കാർ ചിന്തിക്കേണ്ടതുണ്ട്. സർക്കാർ അവർക്ക് കുറച്ച് ഈ മറ്റുള്ള സംഘടനകൾ ഭൂമി വെച്ച് നൽകാമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോഴും ഈ വാടക വീടുകളിലാണ്. അവർക്ക് തുടർന്ന് വാടക നൽകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. രോഹിണി. ശരി അർജുൻ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ പട്ടികയിൽ അനർഹരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരാതി ഉയരുകയാണ്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയാണിത് ചൂണ്ടിക്കാട്ടിയത്. ആ പ്രതികരണത്തിലേക്ക്. പട്ടിക വന്നിരിക്കുന്നത് 49 പേര്. ഈ 49 പേരുടെ ലിസ്റ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. 12ഓളം പേര് ഒരു അർഹതയും ഇല്ലാത്ത ആളുകൾ അതിൽ കയറി കൂടിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് വേണ്ടപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ്. പിന്നെ ഇവർക്ക് ഒത്താശ പാടുന്ന ആളുകളുടെയൊക്കെ അനർഹമായിട്ടുള്ള ആളുകൾ. ഒരു മാനദണ്ഡം പറയുക, അത് അർഹരായിട്ടുള്ള ചിലർക്ക് മറ്റൊരു മാനദണ്ഡം. അതുപോലെ ഇവർ പറയുന്ന മാനദണ്ഡം തന്നെ ചിലർക്ക് വേണ്ടി ഇല്ലാതാക്കുക, ചിലർക്ക് കർശനമാക്കുക. ഇത്തരം രീതിയാണ്. ഇത് അംഗീകരിക്കാനാവില്ല. പാലക്കാട് വാണിയംകുളം പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ. ഉരുൾപൊട്ടിയോ എന്ന് സംശയമുണ്ട്. പനയൂർ ഇളംകുളം പ്രദേശവാസികൾ വലിയ മുഴക്കത്തോടെയുള്ള ശബ്ദം കേട്ടതായി പറയുന്നു. പ്രദേശത്ത് 3 വീടുകളുടെ മതിലിടിഞ്ഞ് താഴ്ന്നു. ഇന്ന് നമ്മുടെ ഇളംകുളം ഭാഗത്ത് ഇന്ന് ശക്തമായ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് ഇവരുടെ താമസക്കാർ വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ അവർ പറയുന്നത്. വലിയ ശക്തമായ രീതിയിൽ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് മഴവെള്ള പാച്ചിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ശബ്ദം നാട്ടുകാർ കേട്ട് വീട്ടിൽ നിന്നും ഓടിയിറങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ വലിയ രീതിയിലുള്ള മഴവെള്ള പാച്ചിലുണ്ടായിട്ടുണ്ട്. നമ്മളത് നിലവിൽ നമ്മുടെ റവന്യൂ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അത് ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ട്. അതെന്താ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള 7 കുടുംബങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ അവരെ ഒന്ന് പരിശോധിച്ചപ്പോൾ അവരുടെ വീടിൻ്റെ 4 സൈഡിലുള്ള മതിലുകളൊക്കെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വെള്ളം വന്ന് കയറിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത്ര രീതിയിലൊരു വെള്ളം ഇതുവരെയും ഇത്ര കുറേ കാലം ഇവിടെ താമസിക്കുന്ന ഇതുവരെയും അത്തരത്തിലുള്ളൊരു വെള്ളം വന്നിട്ടില്ല, മഴവെള്ളം വന്നിട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം വന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാണ്. എന്തായാലും നമ്മൾ അവരെ കണ്ട് മറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിൽ റവന്യൂ അധികാരി എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ പാലക്കാട് വാണിയംകുളം പനയൂരിലാണല്ലോ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നത്. ഉരുൾപൊട്ടി എന്നുള്ളൊരു ചില സംശയങ്ങൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അധികൃതർ നൽകുന്ന ഒരു സൂചന എങ്ങനെയാണ്? നിലവിൽ റവന്യൂ അധികൃതർ പറയുന്നത് ഇതൊരു മലവെള്ളപ്പാച്ചിൽ മാത്രമാണ് എന്നുള്ളതാണ്. രാവിലെ ഒരു 11 മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഈ വാണിയംകുളം പനയൂർ ഭാഗത്ത് ഉണ്ടായത്. ശക്തമായ മഴയിൽ ഈ വീടുകൾക്ക്, അവിടുത്തെ ഒരു 7ഓളം വീടുകളാണ് ഈ പനയൂർ ഭാഗത്ത് ഉള്ളത്. അവിടുത്തെ ഈ എസ്റ്റേറ്റിന് പുറകിൽ നിന്നും പെട്ടെന്ന് വെള്ളം കുത്തിയൊലിച്ച് വീടുകൾക്ക് ഉള്ളിലേക്കും മറ്റും വരികയായിരുന്നു. 7 വീടുകളിൽ 3 വീടുകളുടെ ചുറ്റുമതിലും മറ്റും തകരുകയുണ്ടായി. മാത്രമല്ല ഈ കല്ലും മണ്ണും ചളിയും ഒക്കെ ഇങ്ങനെ കുത്തിയൊലിച്ച് വീടുകളുടെ മുറ്റത്തും വീടുകൾക്ക് അരികിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പെട്ടെന്നൊരു ശബ്ദവും കേട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ ശബ്ദം കേട്ടതോടുകൂടെ തന്നെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഭയന്ന് വീട്ടിൽ നിന്നും അവരൊക്കെ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ പിന്നീട് മഴ ശമിച്ചപ്പോൾ അവരെല്ലാം തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അവിടെ നിന്നും ഈ കല്ലും മണ്ണും ചളിയും ഒക്കെ നീക്കം ചെയ്യുകയാണ് വീട്ടുകാരും മറ്റ് അധികൃതരും ഒക്കെ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട്. അതേസമയം തന്നെ ഈ മലയുടെ, അതായത് എസ്റ്റേറ്റിന് പുറകിലായിട്ട് ഒരു ചെറിയ മലയാണ്. ആ മലയുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഉരുൾപൊട്ടിയോ എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത, അത് റവന്യൂ അധികൃതരും മറ്റും പറയുന്നത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ മലവെള്ളപ്പാച്ചിൽ തന്നെയാണോ അതല്ലെങ്കിൽ മലയ്ക്ക് മുകളിൽ ഉരുൾപൊട്ടിയത് കൊണ്ട് മലവെള്ളം കുത്തിയൊലിച്ച് ഈ വീടുകൾക്ക് സമീപത്തേക്ക് എത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ മലവെള്ളപ്പാച്ചിലാണ് എന്നുള്ളതാണ് റവന്യൂ അധികൃതരും മറ്റും പറയുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.
ഇസ്ലാം മറന്ന് സൗഹൃദം പാടില്ലെന്നും മതം മറന്നാൽ സംഘർഷമുണ്ടാകുമെന്നും മുന്നറിയിപ്പുമായി ജമാഅത്തെ ഇസ്ലാമി. ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണെന്നും നന്മ സ്ഥാപിക്കാൻ ആവശ്യമായ വഴി ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ മാത്രമേയുള്ളൂവെന്നുമാണ് വാദം. പറയാൻ കയ്യിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കൈയും കാലും വെട്ടുന്നതിനെക്കുറിച്ച് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നതെന്നും ന്യായീകരണം. അത് കേട്ടാൽ യഥാർത്ഥത്തിൽ നമുക്ക് അതിന്റെ ഉള്ളുകള്ളികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളും മൂളിയിരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റ്. എന്താണ് മതം മറന്നുകൊണ്ട് നമുക്ക് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. മതം മറന്നുകൊണ്ട് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന്. മതം മറന്നാൽ പിന്നെ എവിടെയാണ് സൗഹൃദം? പിന്നെ സംഘർഷങ്ങളാണല്ലോ ഉള്ളത്. അതുകൊണ്ടല്ലേ മുതലാളിത്തത്തിന്റെ ആളുകൾ നാഗരികതകൾ തമ്മിലുള്ള സംഘർഷം എന്നവർ തലക്കെട്ട് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? മതമൂല്യങ്ങളെ ഒഴിവാക്കിയാൽ, ദൈവിക മൂല്യങ്ങളെ ഒഴിവാക്കിയാൽ പിന്നെ അവിടെ ഉള്ളത് സംഘർഷമാണ്. പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ഞങ്ങളുടെ നിലപാട് ഇങ്ങനെ നേർക്ക് നേരെ നിന്നിട്ട് പറയാനുള്ളത് പറയുമെന്നതാണ്. പറയാനുള്ളത് പറയാൻ കയ്യിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കയ്യും കാലും വെട്ടുന്നതിനെ കുറിച്ചുള്ള മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് എന്ന നിസ്സഹായതയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. കൊച്ചിയിലെ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. കേസ് കെട്ടിച്ചമച്ചതെന്ന് തൃശൂർ സ്വദേശിനിയായ യുവതി. വ്യക്തിവൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നും വ്യവസായിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകാനിരിക്കുകയായിരുന്നുവെന്നും യുവതി ജനം ടിവിയോട് പറഞ്ഞു. നീതിക്കായി നിയമ പോരാട്ടം തുടരുമെന്നും യുവതി പറഞ്ഞു. സംഭവത്തിൽ DGP ഉൾപ്പെടെയുള്ളവർക്ക് ദമ്പതികൾ പരാതി നൽകി. ഹണി ട്രാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ചെന്ന വ്യവസായിയുടെ പരാതിയിൽ കൊച്ചിയിൽ ദമ്പതികൾ അറസ്റ്റിലായ സംഭവത്തിലാണ് പുതിയ വഴിത്തിരിവ്. തൃശൂർ സ്വദേശിനിയും ഭർത്താവിനെയുമാണ് IT വ്യവസായിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം കൊച്ചി സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഹണി ട്രാപ്പ് ആരോപണം വ്യാജമാണെന്നും വ്യവസായി തന്നെ ലൈംഗികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ആദ്യഘട്ടത്തിൽ കൈമാറിയ 50,000 രൂപ തനിക്ക് ബാക്കി കിട്ടാനുള്ള ശമ്പള കുടിശ്ശികയാണെന്നും യുവതി പോലീസിന് മൊഴി നൽകി. വ്യവസായിയായിരിക്കെ ലൈംഗിക പീഡന പരാതി നൽകിയിരിക്കുകയാണ് ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ യുവതി. മൺഡേ നികിതയുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ബിംലാട്ടൻ ആളെ വിളിച്ചു പറഞ്ഞു, അക്കൗണ്ടിൽ എമൗണ്ട് വന്നിട്ടുണ്ട്, സാലറിയുടെ സെറ്റിൽമെൻറ്റ് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നികിതയുടെ യൂഷ്വലി ലിറ്റ്മസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് 50,000 വരിക. നികിതയുടെ അക്കൗണ്ടിൽ നിന്ന്, പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് വരേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഡൗട്ട് അടിച്ച് ഞാൻ ആളോട് ചോദിച്ചതും അപ്പോൾ ആൾ പറഞ്ഞു, വേണ്ട, ഇത് ചിലപ്പോൾ സെറ്റിൽമെൻറ്റ് കമ്പനി അറിയാണ്ട് ചിലപ്പോൾ ചെയ്യാനായിരിക്കും നിൻ്റെ സാലറിയും കാര്യങ്ങളും, അതങ്ങനെ ഒഴിഞ്ഞു പോട്ടെ, അവർക്ക് അവരുടെ ഫേസ് സേവ് ചെയ്യണ്ടേ. ഞങ്ങളത് കാര്യമാക്കിയില്ല. അതൊന്നും ഒരൊറ്റ രൂപ വിഡ്രോ ചെയ്തിട്ടില്ലേ, അക്കൗണ്ടിൽ അത് കിടക്കണമുണ്ട്. ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നേ. ട്യൂസ്ഡേ ഞങ്ങളത് കാണുന്നു, ഞങ്ങൾ സൈൻ ചെയ്യുന്നു. സൈൻ ചെയ്തതും ബാക്കിൽ 4 പോലീസുകാർ വന്നിട്ട് പറയുന്നു, യു ആർ അണ്ടർ അറസ്റ്റ്. പിന്നുള്ളതാണ് നിങ്ങൾ കണ്ട സ്റ്റോറി. ഞങ്ങൾക്കിതിൽ യാതൊന്നും ഇതല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങളിത് അമിക്കബിളി ഇത് സെറ്റിൽ ചെയ്ത് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയവരാണ് ഞങ്ങൾ. കൊച്ചിയിലെ പ്രമുഖ IT വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്ത ആളാണ് പരാതിക്കാരി. വ്യവസായി നടത്തിയ ലൈംഗിക അതിക്രമം എതിർത്തതോടെ യുവതിയെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറയുന്നു. ഇനി ഞാനും റിയാക്ട് ചെയ്യും. ഇനി ഇതൊക്കെ സത്യം പുറത്തു വരണം. വിത്ത് പ്രൂഫ് എല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോൺ DGP ഓഫീസിൽ ഇന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയും കൊടുക്കും, എറണാകുളത്തും കൊടുക്കും. ഇതിൻ്റെ എന്ത് എക്സ്റ്റെൻറ്റ് വരെ, കാരണം ഞങ്ങൾക്കിനി പോകാനൊന്നുമില്ല. ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അതെ, ഈ പറയണ പോലെ എല്ലാം ആവണതിന് മുമ്പ് തന്നെ മീഡിയയിൽ എല്ലാം സർക്കുലേറ്റ് ചെയ്തു. ആളുടെ അക്കൗണ്ടിലേക്ക് 10 കോടി ട്രാൻസ്ഫറായി. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ടല്ലോ, ഇതൊക്കെ പുറത്ത് വരണമല്ലോ. ഇനി എൻ്റെ ഓൺലി ഇൻറ്റൻഷൻ ഇസ് ദിസ് ഷുഡ് കം ഔട്ട്, ട്രൂത്ത് ഷുഡ് കം ഔട്ട്. വ്യവസായിയുടെ ലൈംഗിക അതിക്രമം കാരണമാണ് വിവാഹശേഷം ജോലി രാജിവെച്ചതെന്നാണ് ഇവർ പറയുന്നത്. വിവരമറിഞ്ഞ ഭർത്താവ് IT വ്യവസായിക്കെതിരെ പോലീസിൽ പരാതി നൽകാനൊരുങ്ങി. ഇതോടെയാണ് യുവതിക്കും ഭർത്താവിനുമെതിരെ ഹണി ട്രാപ്പ് പരാതിയുമായി IT വ്യവസായി എത്തിയതെന്ന് ഇവർ പറയുന്നു. നിയമപരമായി തങ്ങളും നീങ്ങുമെന്ന പ്രതികരണം. രഹസ്യമായി നടത്തിയ ചാറ്റുകൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന IT വ്യവസായിയുടെ പരാതിയിൽ ഹോട്ടലിലെത്തിയ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം RCCയിലെ ലിഫ്റ്റ് പണിമുടക്കിയിട്ട് 3 ദിവസം. ICU ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്കിലെ ലിഫ്റ്റാണ് പ്രവർത്തനരഹിതമായത്. അർബുദബാധിതരും ശസ്ത്രക്രിയയ്ക്ക് എത്തുന്നവരും പടിക്കെട്ട് കയറി എത്തേണ്ട ഗതികേടിലാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വലിയ ഗതികേടിലായിരിക്കുകയാണിപ്പോൾ RCCയിലെ രോഗബാധിതർ. അവിടെയുള്ള ICU ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലുള്ള ലിഫ്റ്റാണ് പണിമുടക്കിയിട്ട്. പക്ഷേ 3 ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, RCC എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ തീവ്രത എത്രത്തോളമുണ്ട്, അതിൻ്റെ ഗുരുതര പ്രശ്നങ്ങൾ എത്രത്തോളമുണ്ടെന്ന്.
ആ RCCയിലെ ഓപ്പറേഷൻ തിയേറ്റർ വിങ്ങിൽ ICU ഓപ്പറേഷൻ തിയേറ്റർ വിങ്ങിന് സമീപത്തുള്ള ലിഫ്റ്റാണ് പണിമുടക്കിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 3 ദിവസത്തോളമായി ലിഫ്റ്റ് പണിമുടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ പോലും അധികൃതർ തയ്യാറായില്ല. പടിക്കെട്ടുകൾ കയറി വേണം മുകളിലേക്ക് പോകുവാനും താഴേക്ക് ഇറങ്ങി വരാനും രോഗികൾക്ക് വരേണ്ട സാഹചര്യമുണ്ടായതും അങ്ങനെയാണ്. നിരവധി ഈ രോഗികളായവർ പോലും നിരവധി പേർ പരാതി കൊടുത്തുവെന്ന് നമുക്ക് പറയുന്നുവെങ്കിൽ പോലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി തന്നെ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പ് നമ്മൾ ഈ ആശുപത്രിയിൽ എത്തുകയും ലിഫ്റ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിൽ പോലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരടക്കം നമ്മളോടത് അനുമതി തന്നില്ല, അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഈ നിരവധി പ്രശ്നങ്ങളാണ് ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. പലതവണ പല സാഹചര്യങ്ങളിലായിട്ട് നേരത്തെയും മെഡിക്കൽ കോളേജിൻ്റെ പല സ്ഥലങ്ങളിലും പല വിഭാഗങ്ങളിലും ഇത്തരത്തിൽ ലിഫ്റ്റ് പണിമുടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് RCCയിലാണ്. RCCയിൽ ICU വിങ്ങിൻ്റെ, അതായത് ICU ഓപ്പറേഷൻ തിയേറ്ററിനോട് സമീപത്ത് ചേർന്ന് കിടക്കുന്ന ആ വിങ്ങിലാണ് ലിഫ്റ്റ് പണിമുടക്കിയിരിക്കുന്നത്. വലിയ രീതിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടാകുന്നത്. ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഗുരുതരാവസ്ഥ എന്താണെന്ന്. ഒരു ബോർഡ് കൂടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, വർക്കിംഗ് അല്ല എന്ന് കാണിച്ചുകൊണ്ട്. എന്നാൽ അതിനെ അടിയന്തര നടപടി എന്ന നിലയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിൽ അടിയന്തര നടപടികൾ എന്ന നിലയിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുകയും ഇങ്ങനെ പ്രവർത്തനരഹിതമായ ലിഫ്റ്റ് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. വലിയ രീതിയിൽ രോഗികളുടെ ഭാഗത്ത് തന്നെ പ്രതിഷേധമുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവിടെ നിന്നും ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ മറ്റ് നടത്തിക്കൊണ്ട് രോഗികൾക്ക് യാത്ര ചെയ്യാൻ, സഞ്ചരിക്കാൻ, അതായത് മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങാൻ തക്കവണ്ണമുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധം ഇടയാക്കുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അതുമാത്രമല്ല, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. ക്യാൻസർ രോഗികളടക്കമുള്ളവർ ഉണ്ട്, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള ആളുകൾക്കും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള കൂട്ടിരിപ്പുകാർ അടക്കമുള്ളവരുണ്ട്. അവർക്ക് ഇങ്ങനെ പടിക്കെട്ട് കയറിക്കൊണ്ട് മുകളിലേക്ക് പോവുകയും താഴേക്ക് വരികയും ചെയ്യുന്നു വലിയ രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും അധികൃതരുടെ ഭാഗത്തുനിന്നാകുന്ന കടുത്ത അനാസ്ഥയാണ് ലിഫ്റ്റ് ഇങ്ങനെ തകരാറായി കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. 1-2 ദിവസമല്ല, 3 ദിവസത്തോളമെല്ലാം ലിഫ്റ്റ് പണിമുടക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ട് ഈ പൊതുജനങ്ങൾക്ക്, അതായത് ഈ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉണ്ടാക്കി തീർക്കുന്ന ബുദ്ധിമുട്ട് അത് ചില്ലറയല്ല, അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. പലരും നമ്മളോട് ഫോണിൽ വിളിച്ച് ഈ വിവരം പറയുന്നുണ്ടായിരുന്നു. കാരണം വലിയ ബുദ്ധിമുട്ടാണ് മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, വാർഡിലേക്കടക്കം പോകണമെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി തിരിച്ച് വരണമെങ്കിലും ഒക്കെ രോഗികളെ കൊണ്ടുവരുന്നതെല്ലാം ലിഫ്റ്റിലൂടെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഈ ഒരു പ്രധാന സ്ഥലത്ത് RCC എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രധാന വിങ്ങാണ്. അവിടെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ അടിയന്തര നടപടി എന്നുകൊണ്ട് കണ്ടുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയാണ് നിരന്തരം ഇങ്ങനെ ലിഫ്റ്റ് പണിമുടക്കുമ്പോഴായാലും ശരി, മറ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴായാലും ശരി പരാതിപ്പെടുത്തുന്ന. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ DGP റവാദ ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അത് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എൻക്വയറി നടത്തിയിട്ട് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കും. അത് നമ്മൾ നോക്കിയിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിട്ട് അത് ആക്ഷൻ എടുക്കുന്നതാണ്. പരാതി കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ പരാതി ഇല്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പരിശോധന നടപടി എടുക്കുന്നതാണ്. പലതവണ ഇതുപോലെ മദ്യപാനം ഉണ്ടായതായിട്ട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യമല്ലേ? അതിന് തീർച്ചയായിട്ടും നമുക്ക് അതിൽ എവിടെ വീഴ്ചകളുണ്ടോ അവിടെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാം. നമ്മളിലേക്ക് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും സെക്യൂരിറ്റിയുടെ കാര്യം ശ്രമിച്ചിട്ടുണ്ട്. കാരണം പ്രൈവറ്റ് ബസ്സുകളിൽ ഉൾപ്പെടെ കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിലൊക്കെ കൂടുതൽ ആക്ഷൻസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആക്കാനുള്ളൊരു തീരുമാനം എന്തെങ്കിലും ഉണ്ടാവും? നമുക്ക് തീർച്ചയായും ഇതിൽ എവിടെ നമുക്ക് വീഴ്ചകൾ കാണുന്നുണ്ടോ അതിന് നമ്മളതിൽ പ്രോപ്പറായിട്ട് നടപടി സ്വീകരിക്കുന്ന നമ്മളിലേക്ക്. ഇന്നത്തെ സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാവുന്നുണ്ട്, ഈ സംഭവം അടക്കം? അല്ല, ഞാൻ വന്നത് ഇവിടെ നിങ്ങളുടെ ഓഫീസേഴ്സിനെ കാണാൻ വേണ്ടിയും അവരുടെ ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയും പൊതു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ടെന്നാണ് ഇവിടത്തേക്ക്. ഇത്തരം ക്രിമിനൽ കേസുകളുടെ പ്രതികൾക്ക് കോടതി പോകുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഈ ചില പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളെ സെക്യൂരിറ്റിയായി നിയമിക്കുന്നു. അങ്ങനെ ഇവരുമായിട്ട് അത്ര ബന്ധമുള്ള ആളുകളെയാണ്
സെക്യൂരിറ്റി ആയിട്ട് വിടുന്നത് എന്നൊരു ആരോപണമുണ്ട് സാർ. അതിൻ്റെ എൻ്റെ ശ്രദ്ധ പറ്റിയിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതല്ല കമ്മീഷണർ. താങ്ക് യു. അത് നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് അല്ല നമ്മളിതിൽ ആവശ്യമുള്ള സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെ സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസിൽ ഇത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് ഇത് അന്വേഷണം ചെയ്യുന്നതാണ്. താങ്ക് യു. GP റവാദ ചന്ദ്രശേഖർ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കൊടിസുനിയുടെ പരസ്യ മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവും അദ്ദേഹം നടത്തുകയുണ്ടായി. തിരികെ വാർത്തകളിലേക്ക്. ചങ്ങനാശ്ശേരി നഗരസഭയിലെ 2 കോൺഗ്രസ് കൗൺസിലർമാരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അയോഗ്യരാക്കി. ബാബു തോമസ്, രാജു ചാക്കോ എന്നിവർക്കെതിരെയാണ് നടപടി. UDF പാർലമെന്ററി പാർട്ടി നേതാവ് ജോമി ജോസഫ് നൽകിയ കൂറുമാറ്റ കേസിലാണ് ഉത്തരവ്. ചെയർപേഴ്സണെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ ഇരുവരും പിന്തുണച്ചതിനെ തുടർന്ന് UDFന് ഭരണം നഷ്ടമായിരുന്നു. കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി. LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. CPM വിമത കലാരാജു UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു. കലാരാജുവിനൊപ്പം ഒരു സ്വതന്ത്രനും UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. ഗാന്ധിമുക്കിൽ റിട്ടയർഡ് അധ്യാപികയായ സരസമ്മയെയാണ് അയൽവാസി വീടുകയറി ആക്രമിച്ചത്. പ്രതിയായ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. വാക്കുതർക്കം രൂക്ഷമായതിനെ തുടർന്ന് അയൽവാസിയായ ശശിധരൻ 78-കാരിയായ സരസമ്മയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. പ്രതിരോധിക്കാൻ ശ്രമിച്ച വയോധികയെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പ്രതിയെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ വയോധികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗാന്ധിമുക്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സരസമ്മ വിരമിച്ച അധ്യാപികയാണ്. അയൽവാസികൾ തമ്മിൽ നേരത്തെ തർക്കങ്ങളുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. തന്നെ വയോധിക ആക്രമിക്കാൻ ശ്രമിച്ചതായാണ് ശശിധരൻ പോലീസിന് നൽകിയ മൊഴി. വൈദ്യപരിശോധനകൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ജനം, കൊല്ലം. പാലക്കാട് മുണ്ടൂർ പെട്രോൾ പമ്പിന് സമീപം അജ്ഞാത വാഹനമിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. മുണ്ടൂർ കയ്യറ സ്വദേശിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ഇടിച്ച വാഹനത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റുകൾക്കെതിരെ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്കും കമ്പനികൾക്കും നിരോധനം ഏർപ്പെടുത്തിയാൽ ദുരന്ത മുന്നൊരുക്ക ഫണ്ട് തടയുമെന്നാണ് മുന്നറിയിപ്പ്. അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ചെലവുകളിലേക്കായി ഇത്തരം ഫണ്ടിലെ ഒരു ഭാഗം പ്രയോജനപ്പെടുത്തണമെന്ന് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ മാസം നിർദ്ദേശം നൽകിയിരുന്നു. ബന്ദികളെ പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഗാസ പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള സൈനിക നടപടികൾക്ക് തയ്യാറെടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ടണലുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ഇസ്രായേലിന്റെ നീക്കം. ഗാസയുടെ 75% പ്രദേശവും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. ഓസ്ട്രേലിയയുടെ സ്റ്റാറാകാൻ ഭാരതത്തിന്റെ സാറ തെണ്ടുൽക്കർ. ഓസ്ട്രേലിയ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിന്റെ പ്രചാരകയാവുകയാണ് ഇതിഹാസ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകളും സംരംഭകയുമായ സാറ ടെണ്ടുൽക്കർ. 11,000 കോടി രൂപ വരുന്ന ഓസ്ട്രേലിയയുടെ കം ആൻഡ് സേജി ഡേ എന്ന ടൂറിസം പദ്ധതിയുടെ ഭാരതത്തിന്റെ ബ്രാൻഡ് അംബാസഡറായാണ് സാറയെ നിയമിച്ചിരിക്കുന്നത്. അവധിക്കാലത്ത് ഓസ്ട്രേലിയയിലേക്ക് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപും മനുഷ്യജീവൻ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം.
9000 മുതൽ 9500 വർഷം പഴക്കമുള്ള പുരാതന വസ്തുക്കളാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയത്. IIT ഗാന്ധിനഗർ, IIT കാൺപൂർ, ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സലറേറ്റർ സെന്റർ, PRL അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പരിശോധനയിലാണ് പുരാതന വസ്തുക്കൾ കണ്ടെത്തിയത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമ മിസിസാഗ നഗരത്തിൽ 51 അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് 10,000 സാക്ഷികളായി. നഗരത്തിലെ ഹിന്ദു ഹെറിറ്റേജ് സെന്ററിലാണ് അമ്പരചുംബിയായി രാമപ്രതിമ നിലകൊള്ളുന്നത്. ജയ് ശ്രീറാം വിളികളാൽ മുഖരിതമായിരുന്നു വടക്കേ അമേരിക്കയിലെ മിസിസാഗ നഗരം. വടക്കേ അമേരിക്കയിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയ പ്രതിമയാണിത്. അനാച്ഛാദന ചടങ്ങിൽ ഫെഡറൽ ക്യാബിനറ്റ് മന്ത്രിമാർ, ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാക്കൾ, അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിദ്ധു, ടൊറാന്റോയിലെ ആക്ടിംഗ് കോൺസൽ ജനറൽ കപിധ്വജ പ്രതാപ് സിംഗ് അടക്കമുള്ളവർ പങ്കെടുത്തു. പുഷ്പവൃഷ്ടിയോടെയായിരുന്നു പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങ്. 7 അടി ഉയരമുള്ള പീഠത്തിലാണ് പ്രതിമ നിലകൊള്ളുന്നത്. ഡൽഹിയിൽ നിർമ്മിച്ച പ്രതിമ സ്റ്റീൽ സൂപ്പർ സ്ട്രക്ചറുള്ള ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2024 ജനുവരിയിൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നടന്ന രാംലല്ല പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് ആചാര്യൻ സുരീന്ദർ ശർമ്മ ശാസ്ത്രി പറഞ്ഞു. ഈ മുഹൂർത്തം അഭിമാനത്തിന്റെ നിമിഷം മാത്രമല്ല, സമൂഹത്തിനുള്ള ഒരു ആത്മീയ സമ്മാനമാണിതെന്നും നീതി എപ്പോഴും നമ്മുടെ പാതയെ നയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 10,000-ത്തിലധികം വിശ്വാസികളാണ് ഭക്തിസാന്ദ്രമായ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക് ജനം. സർക്കാർ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ പെരുവഴിയിലായി ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പകരം സംവിധാനം ഒരുക്കാതെയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി ഇന്നലെ വൈകിട്ട് സ്കൂളിന് നോട്ടീസ് നൽകിയത്. ഇതോടെ രാവിലെ സ്കൂളിലേക്ക് എത്തിയ 300ഓളം വിദ്യാർത്ഥികൾക്ക് മഴ നനഞ്ഞ് പുറത്തു നിൽക്കേണ്ടിയും വന്നു. മലപ്പുഴശ്ശേരി പഞ്ചായത്ത് സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി നോട്ടീസ് നൽകിയത് ഇന്നലെ വൈകിട്ടാണ്. ഇന്ന് രാവിലെ പതിവ് പോലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുകയും ചെയ്തു. വിദ്യാർത്ഥികളെ എവിടെയിരുത്തി പഠിപ്പിക്കണമെന്ന് സ്കൂൾ അധികൃതർക്കും പിടിയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ സ്കൂളിന് മുന്നിൽ മഴ നനഞ്ഞ് വിദ്യാർത്ഥികൾക്ക് മണിക്കൂറുകളോളം നോക്കി നിൽക്കേണ്ടി വന്നു. ഒടുവിൽ സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളെ ഒന്നിച്ച് സ്കൂൾ ഹാളിലേക്ക് കയറ്റിയിരുത്തി. ഇന്നലെ വൈകിട്ട് നമ്മുടെ ആറന്മുള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇവിടെ വന്നു. പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന VHSE ലാബ് ഉൾപ്പെടെയുള്ളത് ഒരു സുപ്രഭാതത്തിൽ അത് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്കൂൾ തുറന്ന് ഏകദേശം ഇപ്പോൾ പരീക്ഷയുടെ സമയമായ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും കുട്ടികളെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹോളിനുള്ളിൽ മുഴുവൻ ക്ലാസ്സിലെയും കുട്ടികളും കൂടെ, ആ സ്കൂൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികളും കൂടെ അതിനകത്ത് കൊണ്ടിരുത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. തേവലക്കര അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധന നടത്തിയത്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ബലക്ഷയമുണ്ട്. ഫിറ്റ്നസ് റദ്ദാക്കുമ്പോൾ പകരം സംവിധാനമൊരുക്കണമെന്ന സാമാന്യബോധം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പരീക്ഷ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെ അധ്യയനം തുടരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. ജനം, പത്തനംതിട്ട. ഓണക്കാലം അടുത്തിട്ടും ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്നുകൊടുക്കാൻ നടപടിയില്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ അറ്റകുറ്റപ്പണികൾക്കായാണ് ഇരു ഡാമുകളിലേക്കും സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചത്. ആഘോഷ ദിവസങ്ങൾ അടുത്തിരിക്കെ ഇത്തവണ അണക്കെട്ട് തുറക്കുന്ന കാര്യത്തിൽ ഇതുവരെയും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ഓണം ക്രിസ്മസ് സീസണുകളിലാണ് ഇടുക്കി ഡാമിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത്. മധ്യവേനൽ അവധി പരിഗണിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇടുക്കി ചെറുതോണി ഡാമുകൾ സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിരുന്നു. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം മെയ് മാസത്തോടെ ഡാമുകളിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം KSEB വിലക്കി. വെള്ളം താഴ്ന്നിരിക്കുന്ന സമയത്ത് ഡാമിലെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഉണ്ടായിരുന്നുവെന്നാണ് KSEBയുടെ വിശദീകരണം. സാധാരണ ഓണക്കാലത്തിന് മുന്നോടിയായി ഡാം സഞ്ചാരികൾക്കായി തുറന്നു നൽകും. എന്നാൽ ഇത്തവണ സന്ദർശകർക്ക് ഡാം എന്ന് തുറന്നു നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയുണ്ടായിട്ടില്ല.
നിലവിൽ സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും ഡാം തുറക്കാത്തത് ഇവരെ നിരാശരാക്കുന്നു. മേഖലയിലെ ടൂറിസത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇത് തുറന്നു കൊടുക്കാത്തത് വൈദ്യുതി വകുപ്പിന്റെ ഏറ്റവും തെറ്റായ സമീപനമാണ്. അടിയന്തരമായി സന്ദർശകർക്കായി ഇത് തുറന്നു കൊടുക്കണം എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായവും. ഞങ്ങൾ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരപരിപാടികൾ KSEB ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് KSEB ഹൈഡൽ ടൂറിസത്തിന്റെ ബഗ്ഗി കാറുകളിലാണ് സഞ്ചാരികളെ ഡാമുകളിൽ എത്തിച്ചിരുന്നത്. പരമാവധി ഒരു ദിവസം 850 പേർക്ക് മാത്രമേ അണക്കെട്ടിൽ പ്രവേശനമുള്ളൂ. അതേസമയം ഡാമിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് KSEB നൽകുന്ന വിശദീകരണം. മലയ്ക്ക് മുകളിൽ നിന്നും പാറയിടിഞ്ഞു വീഴുന്നത് തടയാനുള്ള നടപടികളും ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ പരിശോധിക്കാനുള്ള റാമ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കേണ്ടതായുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സന്ദർശകരെ ബാധിക്കില്ലെന്ന് KSEB പറയുമ്പോഴും ഡാമുകൾ എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടുമില്ല. ജനം, ഇടുക്കി. കൊല്ലം കൊട്ടാരക്കര CSI സഭ മഹാ ഇടവക നിയുക്ത ബിഷപ്പ് ജോസ് ജോർജിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നാളെ കൊല്ലത്ത് നടക്കും. ചെന്നൈയിലെ സിനഡ് ആസ്ഥാനത്ത് നടന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലായിരുന്നു ബിഷപ്പ് പ്രഖ്യാപനം. തന്നെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം ദൈവിക നിയോഗമാണെന്ന് റവറന്റ് ജോസ് ജോർജ് ജനം TVയോട് പറഞ്ഞു. കുട്ടിക്കാലം മുതൽക്കേ ദൈവികപാത പിന്തുടർന്ന റവറൻ ജോസ് ജോർജിൻ്റെ വൈദിക ജീവിതത്തിൽ ഇതൊരു പുതിയ അധ്യായമാണ്. കൊല്ലം ആയൂർ അസുരമംഗലം ഇടവകാംഗമായ അദ്ദേഹം CSI സഭയുടെ യുവജന പ്രസ്ഥാനങ്ങളിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. കൊല്ലം കത്തീഡ്രൽ വികാരിയായിരിക്കെയാണ് പുതിയ നിയോഗം. ഇത് ഈ മഹായിടവകയെ സംബന്ധിച്ചോളം ഒരു ദൈവ നിയോഗം എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഈ മഹായിടവക ദക്ഷിണ കേരള മഹായിടവകയുടെ ഭാഗമായിരുന്നു. ഈ ഭാഗത്തെ ആത്മീയവും ഭൗതികമായ ഒരു വളർച്ചയെ ലക്ഷ്യം കണ്ട് ഇവിടെ ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ചിരകാലമായ ഒരു സ്വപ്നമായിരുന്നു ഒരു മഹായിടവക എന്നുള്ളത്. വലിയൊരു സമൂഹം തന്നിൽ പ്രതീക്ഷ അർപ്പിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവനിയോഗമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കഠിനമായി പ്രയത്നിച്ചു. അതിൻ്റെ ഭാഗമാകുവാൻ എനിക്കും ദൈവം അവസരം നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇപ്രകാരം ദൈവം ഒരു നിയോഗം ലഭിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ മഹായിടവകയുടെ അനേക പാവപ്പെട്ടവരായ ജനങ്ങളുണ്ട്. അവരുടെ സർവ്വതോന്മുഖമായ ഒരു വളർച്ച ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ ഈ നിയോഗത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സാമൂഹ്യമായ ഒരു വളർച്ച തീർച്ചയായിട്ടും ഈ മഹായിടവകയിലൂടെ സാധ്യമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. റവറൻ ജോസ് ജോർജിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇത് അഭിമാന നിമിഷം. സന്തോഷത്തിലാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ നിയോഗമാണ്, വലിയ ഉത്തരവാദിത്വമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. ഇതുവരെ ഒരു ഇടവകയെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. ഒപ്പം ഈ ഡയോസിസിൻ്റെ തന്നെ ക്ലർജി സെക്രട്ടറി എന്നൊരു പോസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നാളുകളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ജനത്തെ മുഴുവനും നയിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ രണ്ടാമത്തെ ബിഷപ്പാണ് റവറൻ ജോസ് ജോർജ്. കൊല്ലത്തെ CSI കത്തീഡ്രൽ പള്ളിയിൽ നാളെ രാവിലെ 10 മണിക്കാണ് നിയുക്ത ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ. ജനം, കൊല്ലം. കേര കർഷകരെ പ്രതിസന്ധിയിലാക്കി പെരുമ്പാവൂരിൽ ചെല്ലി ആക്രമണം രൂക്ഷം. സൗജന്യ കീടനാശിനികൾ വിതരണം ചെയ്യണമെന്ന ആവശ്യവുമായി കർഷകർ. മഴയും കീടനിയന്ത്രണ മാർഗങ്ങൾക്ക് തിരിച്ചടിയാകുകയാണ്. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും അനുദിനം വില വർദ്ധിക്കുമ്പോൾ തെങ്ങ് കൃഷിയിലേക്ക് വീണ്ടും തിരിച്ചുവരുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. എന്നാൽ തെങ്ങ് കൃഷിയെ സാരമായി ബാധിക്കുന്ന ചെല്ലികളുടെ ആക്രമണം കേര കർഷകർക്ക് വലിയ പ്രതിസന്ധിയാകുകയാണ്. ചെല്ലി ആക്രമണം ഉണ്ടാകാത്ത ഇനം തെങ്ങിൻ തൈകൾ എന്ന പേരിൽ വിൽപ്പന നടത്തി സ്വകാര്യ അഗ്രികൾച്ചറൽ നഴ്സറികളിൽ വ്യാപകമായ കച്ചവട ചൂഷണവും നടക്കുന്നുണ്ട്. വീര്യമേറിയ രാസകീടനാശിനികൾ ഉപയോഗിച്ചിട്ടും ഇവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുന്നുള്ളൂ. പെരുമ്പാവൂർ കൂവപ്പടി പ്രദേശങ്ങളിൽ ചെമ്പൻ ചെല്ലികളുടെ ആക്രമണം തെങ്ങിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതായി കർഷകർ പറയുന്നു. ഒക്കൽ പഞ്ചായത്തിൽ 40 തെങ്ങില് 3 തെങ്ങിന് മാത്രം ഓരോ തെങ്ങില് കറുത്ത ചെല്ലിയാണ് ഓർണ കയറുകൾ ഓർണത്തില്. ഇത്
കൂപ്പടി പഞ്ചായത്തിൽ 10ാം വാർഡിൽ വരുന്ന ചെല്ലി എന്ന് പറഞ്ഞാൽ കൂട്ടമാണ് വന്നത്. ഒറ്റ കൂട്ടം വന്ന ഒരു തെങ്ങിനെ കളഞ്ഞ് ഒരു തെങ്ങിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് കൂട് കൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിച്ചിക്കാണ്ട് ആ തെങ്ങ് കളയാതെ പോകില്ല. ഈ സീസണിലെ ഇടവിട്ടിടവിട്ടുള്ള മഴയും ചെല്ലി നിയന്ത്രണ മാർഗങ്ങൾക്ക് തടസ്സമായതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. കർഷകർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകാൻ കൃഷിവകുപ്പ് തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. സൗജന്യ കീടനാശിനികൾ അടിയന്തരമായി വിതരണം ചെയ്തില്ലെങ്കിൽ കേരകർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ജനം, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.